ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുണ്ടെങ്കിൽ എന്നോട് കുറെ പേര് ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ സ്മാർട്ട് ഫോണിൽ 2 അപ്ലിക്കേഷൻസ് മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതാണ് അപ്ലിക്കേഷൻ? ഒന്ന് നമ്മുടെ ഗൂഗിൾ ക്രോമും, രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റം വെബ് വ്യൂവർ എന്നുള്ള അപ്ലിക്കേഷൻ ആണ്. ഇത് പോക്കോസ് സ്മാർട്ട് ഫോണിൽ മാത്രമല്ല, ഷോമിയുടെ ഏതൊക്കെ ഡിവൈസുകളിൽ ആൻഡ്രോയിഡ് 10 അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എല്ലാത്തിലും ഈ 2 അപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, എങ്ങനെ ഈ ബഗ്സിനെ സോൾവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം, നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾക്ക് മെയിൻലി അപ്ഡേഷൻ സമയത്ത് വരുന്ന പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ അപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ആവും. ഈ 2 ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താലും ഇത് അപ്ഡേറ്റ് ആവാതെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഈ 2 അപ്ലിക്കേഷന്റെ യൂസ് എന്താണെന്ന് അറിയണ്ടേ? ഫസ്റ്റത്തെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രോം എന്തിനുള്ളതെന്ന് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ലിക്കേഷൻ നമ്മുടെ ആൻഡ്രോയിഡ് വെബ് വ്യൂവർ എന്നുള്ള സിസ്റ്റം വെബ് വ്യൂവർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സീമോർ എന്നൊക്കെ കാണിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഏതെങ്കിലും വീഡിയോന്റെ ചെറിയ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെബ് വ്യൂവറിലേക്ക് പോവാം. അത് നമുക്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയ ശേഷം ആപ്പ് സെലക്ട് ചെയ്യുക. ആപ്പിന്റെ ഉള്ളിൽ പോയതിനു ശേഷം മാനേജ് ആപ്പ് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗൂഗിൾ ക്രോം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഗൂഗിൾ ക്രോം തുറന്നു വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ക്ലിയർ ഓൾ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന്റെ തൊട്ടടിയിലായിട്ട് ക്ലിയർ ഓൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ക്യാഷ് മെമ്മറി എന്നുള്ളത് കാണാൻ സാധിക്കും. ക്യാഷ് മെമ്മറി മാത്രം ക്ലിയർ കൊടുക്കാം. ചില ഡിവൈസുകൾ നമുക്ക് സ്റ്റോറേജിന്റെ ഉള്ളിലായിരിക്കും. നമ്മുടെ മാക്സിമം എല്ലാ ഡിവൈസുകളിലും ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ക്ലിയർ ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലിയർ ഓൾ എന്നുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാഷ് മെമ്മറി മാത്രം കളയാം, ക്ലിയർ ഓൾ കൊടുക്കരുത്. അതിനുശേഷം നമ്മൾ വരുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വന്നിട്ട് സിസ്റ്റം അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റം വെബ് വ്യൂവേഴ്സ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലിയർ ഓൾ തന്നെ കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യാഷ് മെമ്മറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. ക്യാഷ് മെമ്മറി ഉണ്ടെങ്കിൽ ക്യാഷ് മെമ്മറി കളയുക, അല്ലെങ്കിൽ നമ്മൾ ക്ലിയർ ഓൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും വരുന്ന ബാക്കിലേക്ക് വരാം. ബാക്കിൽ വന്നതിന് ശേഷം നമ്മുടെ പ്ലേ സ്റ്റോർ എവിടെയാന്ന് നോക്കാം. നമ്മുടെ ഹോമിന്റെ ഉള്ളിൽ അതിന് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആപ്പ് ഇൻഫോ വരും. ആപ്പ് ഇൻഫോന്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ക്യാഷ് മെമ്മറി അല്ലെങ്കിൽ ക്ലിയർ ഓൾ ഡാറ്റ കൊടുക്കുക. ക്ലിയർ ഓൾ ഡാറ്റ കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് വരിക. ഒന്ന് നമ്മുടെ പ്ലേ സ്റ്റോർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് റീസെന്റ് ആപ്പുകളിൽ കിടക്കണമെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ പ്ലേ സ്റ്റോറിന്റെ ഉള്ളിൽ പോവാം. പ്ലേ സ്റ്റോറിന്റെ ഉള്ളിൽ പോയതിനു ശേഷം വീണ്ടും നമ്മുടെ മൈ ആപ്സിന്റെ ഉള്ളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 അപ്ലിക്കേഷൻസും അപ്ഡേറ്റ് എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ചെയ്യണമെന്ന് അപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് കൊടുക്കാതെ അപ്ഡേറ്റ് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 2 അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവുന്ന കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് കുറെ പേര് എന്നോട് ചോദിക്കുന്നതാണ്. ഞാൻ ഇത് കുറെ നാളായിട്ട് സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ വീഡിയോ ഇതോടുകൂടി നിർത്താണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.